ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പോക്കു, വയനാട്. പ്രിയപ്പെട്ടവരെ, ഒരു വളരെ എന്താ പറയുക പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് ഇപ്പോൾ കറണ്ട് പോയതാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കാട്ടിക്കുളം ഇരുമ്പ് പാലം നിറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നിങ്ങളെ പേരെന്താ പറഞ്ഞത്? സൈനുദ്ദീക്ക ശരിക്കും തൊടുപുഴ ഇടുക്കിക്കാരനാണ്. ശരിക്കും നമ്മളെ വയനാട്ടിൽ വന്നിട്ട് എത്ര കൊല്ലമായി? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 50 കൊല്ലമായി. എത്ര? ഇവിടെ വന്നിട്ട് 50 കൊല്ലം. അതിന് മുമ്പ് പിന്നെ അതിന് മുമ്പ് കുറേ കാലം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നിന്ന് വയനാട്ടിൽ ചുരം കയറി, പിന്നെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഇതായി കഴിഞ്ഞിട്ട് നാട്ടിലുള്ള സ്ഥലമൊക്കെ വെച്ചിട്ട് തിരുവമ്പാടി വന്ന സ്ഥലം എടുത്തു. തിരുവമ്പാടി. ഇപ്പോൾ കുടുംബമൊക്കെ അവിടെ ഉണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പൊന്നുമില്ല. ബാക്കി നമ്മളെ കുടുംബങ്ങളൊക്കെ അവിടെ തിരുവമ്പാടി ഉണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ 2 അനിയന്മാരും ഒരു പെങ്ങളും ഒരു മകളും. അതിലിടയ്ക്ക് നമ്മളെ സൈനിക്കാൻ്റെ വീടാണ് നിങ്ങൾ ഈ കാണുന്ന വീട് കേട്ടോ. ഇത് കണ്ട, അതായത് ഒരൊറ്റ റൂം, അതിങ്ങനെ ഓല കൊണ്ട് ഈ നമ്മളെ ഫോറസ്റ്റ് മുള എൻ്റെ ഇതൊക്കെ എടുത്ത് മറിച്ചിട്ട് ഷീറ്റൊക്കെ കെട്ടിയിട്ട് ഏകദേശം ഇങ്ങനെ തന്നെ നിങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഇവിടെ ഇപ്പോൾ 25 കൊല്ലം ഈ ഒരു കോലത്തിൽ തന്നെ താമസിക്കുന്നില്ല. വീടുണ്ട്, അപ്പുറത്ത് 6 സെന്റ് സ്ഥലമുണ്ട്. പക്ഷെ ഇതാണ് ഇതിൻ്റെ വീടുണ്ട്. പക്ഷെ എനിക്കൊന്നും പോകാൻ പറ്റില്ല. ഇതിൻ്റെ തൊട്ട് ഇതിൻ്റെ ചേർന്ന് ഒരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. ഒരു നീരൊഴുക്കുള്ള ഒരു ചെറിയൊരു പുഴയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ശരിക്കിപ്പോൾ സെനുക്കൊക്കെ എത്ര വയസ്സായി? ഇപ്പം 106-ാമത്തെ വയസ്സാണ്. 106-ാമത്തെ വയസ്സാണ്. അടുത്ത ചിങ്ങം വരുമ്പോൾ 106 പൂർത്തിയാവും. ചിങ്ങം വരുമ്പോൾ 106 വയസ്സ് പൂർത്തിയാവും. ഇപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. കിഡ്നിക്ക് തകരാറുണ്ട്. കിഡ്നിക്ക് കുഴപ്പമുണ്ട്. കിഡ്നി തൊങ്ങി പോവാ. അതിപ്പോൾ ആ രോഗം തുടങ്ങിയിട്ട് എത്രയായി? അപ്പോൾ 3 കൊല്ലമായി. 3 കൊല്ലം. മക്കൾ എത്ര ആളല്ലേ? എനിക്ക് 4 ആളുണ്ട്. 4 ആളുണ്ട്. പിന്നെ വലിയ താമസം. ഇതാണ് നമ്മളെ ഉമ്മാമ കേട്ടാ. ഉമ്മാമ ഈ ഉപ്പാവയും ഇവിടെ ഈ കാണുന്ന ഷെഡിൽ മക്കളെ ഒറ്റക്ക താമസിക്കുന്ന. മാഷാ അല്ലാ, ആന പുലിയെല്ലാം ഇടാ വരാം. പക്ഷെ ഇതുവരെ അള്ളാൻ്റെ തോഫി കൊണ്ട് വന്നിട്ടില്ല. പിന്നെ ഇവർക്കൊട്ട് പേടിയുമില്ല. അപ്പോൾ പിന്നെ മാഷാ അല്ലാ ഇങ്ങനെ റാഹത്തായിട്ട് ഇപ്പോഴും രണ്ടാളും ഒരു കഥ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അമ്മ വന്നിങ്ങോട്ട് നോക്കുമ്പോ കേട്ടാ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ അധ്വാനിച്ച് ഇപ്പോഴും നല്ല റാഹത്തിൽ ജീവിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സിസറും കാര്യങ്ങളൊക്കെ വിറ്റ് ചെറിയ ചായയൊക്കെ ആയിട്ട് ഇപ്പോൾ മുറുക്കാനും സിസറാണ് ഇപ്പോഴത്തെ ഇവരെ മൈസത്തിൻ്റെ മാർഗം. ഉമ്മാക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 80 വയസ്സായി നമ്മളെ ഉമ്മാക്ക്. മാഷാ അല്ലാ. വളരെ നല്ല സന്തോഷവതിയാണ്. പിന്നെ അൽഹംദുലില്ലാ ആരോഗ്യവതിയാണ്. എല്ലാ കാര്യങ്ങളും ഇവരെ രണ്ടാളെ കാര്യത്തിന് ഇവരെന്നെ കുറച്ചിങ്ങനെ കണ്ടില്ല. ഇതാ കഞ്ഞി വെക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് കഞ്ഞിപ്പാത്രം. ആ കഞ്ഞി നല്ല നമ്മളെ പിന്നെ അടുപ്പങ്ങനെ കത്തുന്നതാ. കഞ്ഞി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കഞ്ഞിയെല്ലാം കുടിച്ച് രണ്ടാളും നല്ല റാഹത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ. ഇതാണ് ഇവർ കിടക്കുന്നവർ. നമ്മൾ ഇരുന്ന ഈ കട്ടിൽ വേറൊന്നുമില്ല, ഒരു കട്ടിലും ഒരു ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഒരു ഈ കാണുന്ന ഈ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ ജീവിതം, മനസ്സിലായില്ല. ഇങ്ങനെ നമ്മളെ ആളുകൾ ഇങ്ങനെയുള്ള ഉപ്പാവന്മാരും ഉമ്മാവന്മാരെല്ലാം നമ്മളെ ഇടയിൽ ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവർക്ക് തന്നെ ആൺകുട്ടികളുണ്ടോ? ഒരു മോനുണ്ട് അല്ലേ? മോനടിയല്ലേ? 3. ഓലൊക്കെ തിരുവമ്പാടി അല്ലേ? പക്ഷെ ഇവരെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ മക്കളെ ഒന്നും ആശ്രയിക്കൂല. ഞാൻ ഏകദേശം ഇവരെ കാണാൻ തുടങ്ങിയിട്ട് വിളിച്ചാൽ വരും. ഇപ്പൊ ഇവരെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-25 കൊല്ലത്തിന് മേലെയായി. പക്ഷെ ഞാൻ ഇന്ന് വരെ ഇവരെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ അധ്വാനിച്ച് ഇവരെ കൊണ്ട് പറ്റുന്ന തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ളത്. മക്കളെയോ മറ്റുള്ളവരോ ആരോടും ഒരു വിഷമങ്ങളോ കാര്യങ്ങളൊന്നും പറയൂല. നമ്മളോടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നോ ഒന്നും നമ്മളോടും പറഞ്ഞിട്ടില്ല. നമ്മൾ വന്ന് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം റാഹത്താവോ അൽഹംദുലില്ലാ എല്ലാം റാഹത്താ എന്ന് പറയാമെന്നല്ലാതെ അവരായിട്ട് ഒരു പ്രയാസങ്ങളോ വിഷമങ്ങളൊന്നും പറയില്ല. മാഷാ അല്ലാ, വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമുക്ക് ഒരുപാട് മനസ്സിന് കുളിർമയേകുന്ന ഒരു കാര്യമാണ് ശരിക്കും. ഇപ്പോൾ ഇടുക്കിയിൽ കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? മക്കളൊക്കെ തിരുവമ്പാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ റാഹത്തിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഇവിടെ അല്ലേ? അതെ.
3-4 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു കൊണ്ടുപോകാൻ. എനിക്ക് 5 പൈസ തന്നില്ല തന്ന. അവരൊക്കെ എൻ്റെ തന്ന എനിക്ക് തന്നില്ല. ആ ആ അതായത് 12 വയസ്സ് പോലെ ഞാൻ കുടുംബം നോക്കണം. ആ ഈ ഞങ്ങൾ 5 മക്കളും എൻ്റെ തലയും 12 വയസ്സായപ്പോൾ ഞാൻ എൻ്റെ പണിയെടുത്തില്ല. കുടുംബം നോക്കണം. പക്ഷെ ഒന്നും തന്നില്ല. തന്ത അങ്ങനെ പണിക്കൊന്നും പോകില്ല. ഓ ഓ ഓ അപ്പം തന്തയുടെ സ്വത്ത് ആ അത് മൊത്തത്തിൽ 3-4 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അപ്പം തന്തയുടെ അനിയന്മാർ 2 ആളുണ്ട്, ആ 4 പെങ്ങന്മാരുണ്ടായിരുന്നു. ആ 4 പെങ്ങന്മാരെയും കെട്ടിച്ചു. ഉം. അത് അവിടെ നിന്ന് വെച്ചിട്ടാണ് ഓരോരുത്തർക്കും വീതം വെച്ച് അവിടെ കൊടുത്തു. 4000 രൂപ വേണം മരുന്നിന്. അപ്പം അങ്ങനെ ഇങ്ങനെ വന്നിട്ട് അതെ അതെ. ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ രോഗിയാണ്, ഉമ്മാമി രോഗിയാണ്, ഉപ്പാവി രോഗിയാണ്. ഇവർക്ക് കിട്ടുന്ന പെൻഷൻ പൈസ ഉണ്ട്. അതല്ലാതെ ഇവർക്ക് മറ്റൊരു മാർഗ്ഗമില്ല. 4000 റുപ്യ വേണം ഈ സാധുവിനൊരു മാസം ഗുളിക മേടിക്കാൻ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാട്ടിക്കുളം തോൽപ്പെട്ടി റോട്ടിന് ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. റോഡ് സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. ഇവിടെ വരുമ്പോൾ ഒരു പിന്നെ മുറുക്കാനും സിസറക്കരി ഉമ്മാവും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആളുകളൊക്കെ ഇത് ഈ വഴി പോകുമ്പോൾ ഈ ഉപ്പാവാനെ കയറി കാണുക, സന്ദർശിക്കുക. മാഷാ അല്ലാ വല്ലാതെ അനുഗ്രഹം. കാരണം 106 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിന് വല്ലാതെ ഒരു കുളിർമയേകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറ്റുന്നവരൊക്കെ ഉപ്പാവാനെ വന്ന് സഹായിക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.